എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കി ജയിലിലടച്ച വിവാദമായ കേസിലെ മുഖ്യ ആസൂത്രക ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തി ലിവിയ ജോസ് പിടിയിലായിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിരന്തരമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ലിവിയ ജോസിനോട് കീഴടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവരത് കൂട്ടാക്കിയില്ല. ഇന്ന് ദുബായിൽ നിന്നും മുംബൈ വഴി കേരളത്തിലെത്തി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാനായിരുന്നു ലിവിയ ജോസിൻ്റെ ഒരു ആസൂത്രണം. പക്ഷേ ലിവിയ വരുന്നുണ്ടെന്നുള്ള വിവരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങിയ അപ്പോൾ തന്നെ പുറത്തു നിന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന് കയ്യോടെ പിടികൂടുകയായിരുന്നു. ഈ കേസിൽ, ഈ വ്യാജ ലഹരി കേസിൽ ഷീല സണ്ണിയെ കൊടുക്കുന്നതിന് വേണ്ടി ഈ സ്റ്റാമ്പ് ഈ ഷീല സണ്ണിയുടെ ബാഗിൽ വെച്ചത് ഈ മരുമകളുടെ അനുജത്തിയായ ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തിയായിട്ടുള്ള ലിവിയ ജോസും നാരായണദാസും ചേർന്നായിരുന്നു. ഇത് നാരായണദാസ് പിടിയിലായി. ലിവിയ ജോസിനോട് കീഴടങ്ങാൻ പലവരും ആവശ്യപ്പെട്ടിട്ട് അവർ കീഴടങ്ങിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഉടനെ തന്നെ ഉച്ചയോടുകൂടി തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂരിൽ എത്തിക്കാനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റാമ്പ് ഈ ലിവിയ ജോസിന് കിട്ടിയിട്ടുള്ളത് നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്നാണ് പറയുന്നത്. കുടുംബ വഴക്കിനെ തുടർന്നാണ്, ഷീല സണ്ണിയുമായിട്ടുള്ള കുടുംബ വഴക്കിനെ തുടർന്നാണ് ഷീല സണ്ണിയെ കൊടുക്കുന്നതിന് വേണ്ടി മരുമകളുടെ അനുജത്തി ലിവിയ ജോസ് ഇത്തരത്തിലുള്ള സ്റ്റാമ്പ് ഈ ബാഗിൽ ഒളിപ്പിക്കാനായിട്ടുള്ള ഇടപെടൽ നടത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്നാണ് ഈ സ്റ്റാമ്പ് കിട്ടിയത്, നൈജീരിയയിലെ എവിടെ നിന്നാണ് ഈ സ്റ്റാമ്പ് കിട്ടിയിട്ടുള്ളത്, തുടർന്നുള്ള കാര്യങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രത്യേകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ മുഖ്യ ആസൂത്രക ഷീല സണ്ണിയെ 2 മാസമാണ് അവർ ഈ വ്യാജലഹരി കേസിൽ ജയിലിൽ കിടന്നത്. ഇതിന് ഉത്തരവാദിയായ പ്രധാന ആസൂത്രക ഈ ലിവിയ ജോസിനെ ഉടനെ തന്നെ ഈ കൊടുങ്ങല്ലൂരിലേക്ക് എത്തിച്ച് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.